ഹായ് കൂട്ടുകാരെ, സാരെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ആർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കയ്യിലെ വിറയൽ, അതുപോലെ തന്നെ തലവേദന, കണ്ണുവേദന, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ നിരന്തരം പറയുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ രീതി, അത് നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ കൈ വിറയ്ക്കുന്നത്, അത് കൈക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് വിറയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല, ഇവിടെ നമുക്കൊരു ചെറിയ തന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിസൈൻ ഇങ്ങനെ വരയ്ക്കണം, ഫ്രീഹാൻഡായിട്ട് ഒരു ഡിസൈൻ വരയ്ക്കണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൈ വിറയ്ക്കും. അപ്പോൾ ഒന്നാമത്തെ രീതി നമ്മുടെ ചെറുവിരൽ, ഇങ്ങനെ 2 വിരൽ അല്ലെങ്കിൽ 3 വിരൽ ബ്രഷ് പിടിക്കുക. ഈ ഒരു രീതിയിൽ ബ്രഷ് പിടിക്കുക. ശേഷം നമ്മുടെ ചെറുവിരൽ, ഈ ഒരു വിരൽ നമ്മൾ ഇങ്ങനെ കുത്തിയിട്ട് വരയ്ക്കുക. ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് വരയ്ക്കുക. ഒന്നാമത്തെ രീതി അത്. രണ്ടാമത്തത്, ഈ ഒരു ഭാഗത്ത് ഉണങ്ങി, ഇതിൻ്റെ അങ്ങോട്ട് ഉണക്കമുണ്ട്, ഇങ്ങോട്ട് ഉണക്കില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഉണങ്ങിയ ഭാഗത്ത് സ്കെയിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഈ ഭാഗത്തോട് ചരിച്ച് പിടിക്കും. ഇടതുകൈയോട് ചരിച്ച് പിടിക്കണം. അത് നിങ്ങളുടെ വാക്കനുസരിച്ച് പിടിക്കുക കേട്ടോ. ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സ്കെയിലിൽ കൈ വച്ചിട്ട്, സ്കെയിൽ നല്ല രീതിയിൽ കൈ വെച്ച് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടാമത്തെ രീതി. ഇനി ഞാൻ ഇതിലെങ്ങനെ പോയിന്റ് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തുള്ള ഡിസൈൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ കൈ കുത്തി വെച്ച് വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇത് ക്ലോത്താണ്, പ്ലസ് ക്ലോത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല, കണ്ടോ, ഇത് തട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് വലിയ കട്ടിയൊന്നുമില്ല, ക്ലോത്ത് മാത്രം അടിച്ചു വെച്ച് ഇത് പട്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് കൈ കൂടുതലായിട്ട് കുത്തി വയ്ക്കാൻ പറ്റില്ല. ഒന്നാമത്തത് ഇത് വലിഞ്ഞു പോകും, അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, നമ്മൾ കുത്തി വയ്ക്കുന്ന ഭാഗം ചിലപ്പോൾ കുഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി, സ്കെയിൽ ഇങ്ങനെ വയ്ക്കും. ഇവിടെ ഫ്രെയിമിൻ്റെ ആ ഒരു തടിയാണ്, അപ്പോൾ തടിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഡിസൈനും ചെയ്തെടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരും. താങ്ക് യു.